ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അങ്ങനെയാണ്. അദ്ദേഹത്തിന് ഡൊണാൾഡ് ട്രംപ് പറയുന്നതോ അല്ലെങ്കിൽ മറ്റ് ലോക നേതാക്കൾ പറയുന്നതോ എന്തിനാ നരേന്ദ്രമോദി പറയുന്നതോ പോലും അദ്ദേഹം കാര്യമായി ഉൾക്കൊള്ളാറില്ല, ചെയ്യാറില്ല. അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഈ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ ഇല്ലാതാക്കുന്നതുവരെ താൻ പ്രവർത്തിക്കും, അല്ലെങ്കിൽ താൻ എന്തും ചെയ്യും എന്നുള്ള ഒരു നിലപാടാണ് ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹമാസിനെ പൂർണ്ണമായി നിരായുധരാക്കുന്നതുവരെ ഇസ്രായേൽ സൈന്യം ഒരിക്കലും പിൻവാങ്ങില്ല എന്നാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സമാധാന ശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ സമാധാന നീക്കങ്ങളും അല്ലെങ്കിൽ അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്ന ആശയങ്ങളൊക്കെ തന്നെ വ്യക്തമായി തള്ളിക്കൊണ്ടാണ് നെതന്യാഹു ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തുന്നത്. അടുത്ത സഖ്യകക്ഷികളെ വരെ എതിർക്കാൻ മടിക്കില്ല എന്ന കാര്യവും ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ തനിക്കെതിരെ നിൽക്കുന്ന ആരെയും എതിർക്കാൻ താൻ മടിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഗസയിലെ ഹമാസിന്റെയും മറ്റ് സായുധ ഗ്രൂപ്പുകളുടെയും സമ്പൂർണ്ണ നിരായുധീകരണത്തിനായി ഒരു കരാറിൽ എത്തിയതായി ട്രംപിന്റെ ബോർഡ് ഓഫ് പീസ് കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരുന്നു. പിന്നാലെ ഇത് അംഗീകരിക്കുന്നതായി പറഞ്ഞ ഹമാസ് ഇസ്രായേൽ ഇത്തരം ആക്രമണങ്ങളും ഒക്കെ അവസാനിപ്പിക്കുകയും ഗസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്താൽ മാത്രമേ ആയുധങ്ങൾ കൈമാറുകയുള്ളൂ എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഗസയിൽ സമാധാന പദ്ധതി ട്രംപ് പ്രഖ്യാപിച്ചെങ്കിലും ഇസ്രായേൽ അന്ന് ഒന്നും പറഞ്ഞില്ല. ഇതിനുശേഷം ഇപ്പോഴാണ് ഇസ്രായേലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഗസയിൽ വെടിനിർത്തൽ കരാറിൽ എത്തിയതിനു ശേഷവും ഇസ്രായേൽ ഗസയിൽ വ്യോമാക്രമണം തുടരുക തന്നെയാണ് എന്നാണ് റിപ്പോർട്ട്. ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ട്രംപ് മുന്നോട്ട് വെച്ച 15 ഇന പദ്ധതി നിരസിക്കുകയാണ് എന്നുള്ള കാര്യം നെതന്യാഹു പ്രഖ്യാപിച്ചത്. ഹമാസിനെ യഥാർത്ഥത്തിൽ നിരായുധീകരിക്കുന്നതുവരെ ഇസ്രായേൽ സൈന്യം യാതൊരു പിന്മാറ്റവും നടത്തില്ല. തങ്ങളുടെ സേനയ്ക്കും പൗരന്മാർക്കും എതിരെയുള്ള ഭീഷണികൾ തുടരുന്നത് ഒരിക്കലും തങ്ങൾക്ക് അംഗീകരിക്കാനാവില്ല. അതൊക്കെ തന്നെ ശക്തമായി നേരിടും. ഇറാനുമായുള്ള യുദ്ധത്തിൽ നെതന്യാഹു ട്രംപിനെ പ്രശംസിക്കുമ്പോൾ തന്നെയാണ് ഗസയിൽ അദ്ദേഹത്തെ ഇപ്പോൾ തള്ളിപ്പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യവും ശ്രദ്ധേയമാണ്. ഇസ്രായേൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് നെതന്യാഹുവിന്റെ ഈ നീക്കം എന്നും റിപ്പോർട്ടുണ്ട്. ട്രംപ് പറയുന്നത് മാത്രമാണ് നെതന്യാഹു അനുസരിക്കുന്നത് എന്ന ഇസ്രായേലിൽ അദ്ദേഹത്തിനെതിരെ പ്രചരണവും നടന്നിരുന്നു. ഒരു കാരണവശാലും ട്രംപ് പറയുന്നതല്ല, താൻ തീരുമാനിക്കുന്നതാണ് തൻ്റെ രാജ്യത്തിന്റെ കാര്യത്തിൽ, തൻ്റെ രാജ്യത്തിന്റെ പ്രവൃത്തിയുടെ കാര്യത്തിൽ, സൈനിക നീക്കങ്ങളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ തൻ്റെ ആഗോളതലത്തിലുള്ള ആശയങ്ങളുടെ കാര്യത്തിൽ താൻ പറയുന്നതാണ്, തൻ്റെ രാജ്യം പറയുന്നതാണ് താൻ അനുസരിക്കുന്നത്, അല്ലാതെ ഡൊണാൾഡ് ട്രംപ് പറയുന്നതല്ല എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഇന്നിപ്പോൾ നെതന്യാഹു നടത്തിയ പ്രസ്താവനയുടെ ഒരു ചുരുക്കം. അതായത് ഇസ്രായേൽ തീരുമാനിക്കും, ഇസ്രായേൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും, ഗസയിൽ ഹമാസിനെ സമ്പൂർണ്ണമായി നിരായുധീകരിക്കും, ഹമാസിനെ ഇല്ലാതെയാക്കും. അതിനെ ഇപ്പോൾ ആരുമായിട്ടും എന്ത് സന്ധി സംഭാഷണത്തിനും തനിക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, അത് ഈ ഗസയിലെ ഈ പ്രശ്നമാണ്, ഹമാസിന്റെ പ്രശ്നമാണ്. അത് ആര് പറഞ്ഞാലും താൻ കേൾക്കില്ല. തനിക്ക് ആരെയും എതിർക്കാൻ ഒരു മടിയുമില്ല. ആരുമായും എന്ത് യുദ്ധത്തിനും അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ചർച്ചകൾക്കായാലും യുദ്ധത്തിനായാലും പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിനൊക്കെ തന്നെ താൻ ശ്രമിക്കും. പക്ഷേ തൻ്റെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ആ ഒരൊറ്റ ചിന്ത, ഗസയിൽ ഈ ഹമാസിനെ നിരായുധീകരിച്ച് ഇല്ലാതാക്കുന്നതുവരെ ഒരു കാരണവശാലും സൈന്യത്തെ പിൻവലിക്കില്ല, അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കും താൻ ഇനി ഇല്ല എന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് നെതന്യാഹു ഈ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്.